അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനേ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമുക്ക് കുറച്ചൊക്കെ തയ്യൽ അറിയാമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് സാരി ഫോൾ വെക്കണതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തയ്യൽ പഠിച്ച സമയത്ത് നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കുന്നത് ഇതുപോലെ സാരി ഫോൾ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാരി ഫോൾ വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമുക്ക് അതിൻ്റെ ട്രിക്കൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാരിയാണ്. സാരിയുടെ മുന്താണിയൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുന്താണി കെട്ടാനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. മുന്താണി കെട്ടണതിന് നമുക്ക് ഷോപ്പിൽ 150 രൂപയാണ് ചാർജ്. പിന്നെ അതുപോലെ തന്നെ സാരി ഫോൾ വെക്കണതിന് 150 രൂപ. പിന്നെ ഈ ആൾക്ക് സാരിക്ക് കുറച്ച് ലെങ്ത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു 1/2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് നീളത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതാ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒരു 46 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് എടുക്കണമെങ്കിൽ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് പിന്നെ ഈ തുമ്പത്തുള്ള ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെക്കേണ്ട പീസ് 1/2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. സാരി ഫോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1/2 മീറ്ററുള്ള പീസ് വെക്കണതിന് 50 രൂപ, സാരി ഫോൾ വെക്കണതിന് 150 രൂപ, അങ്ങനെയാണ് കേട്ടോ ചാർജ് വരുന്നത്. പിന്നെ ആ പീസിൻ്റെ ചാർജും വാങ്ങിക്കും. എല്ലായിടത്തും അങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമ്മുടെ ഷോപ്പിലെ ചാർജാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 150 അല്ലെങ്കിലും 100 രൂപയെങ്കിലും വാങ്ങിക്കാം. എന്നാലും അത്രയും ബുദ്ധിമുട്ടുള്ള പണിയും ഇല്ല. അപ്പോൾ ഞാൻ ഈ എൻ്റെ ഭാഗത്തുള്ള ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലുമൊക്കെ സാരി ഫോളൊക്കെ വെക്കാൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപയൊക്കെ വാങ്ങിക്കാം. എന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വീട്ടിലിരുന്നാണ് ചെയ്യണമെങ്കിൽ കേട്ടോ. ഷോപ്പുകളിൽ എല്ലായിടത്തും 150, 200 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ സാരി ഫോൾ വെക്കണേന്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പലരും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അത്രയും തുന്നിയെടുക്കാനൊക്കെ ക്ഷമയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കും. മിക്കവരും നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് തരാറാണ് കേട്ടോ. ഒത്തിരി പേര് തരാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ വെക്കാൻ കൊണ്ടുവന്നേക്കണ ഒരു 7 സാരിയോളം ഞാൻ സാരി ഫോൾ വെക്കാനായിട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷോപ്പിലിരുന്ന് ഇത് തുന്നിയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം അവിടെ പോയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് സുഖമായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതാ നോക്കി നമ്മൾ ആദ്യം ഈ ഒരു പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്യാണ്. ആദ്യം നമ്മുടെ നല്ല പീസ് ഉണ്ടല്ലോ, സാരിയുടെ പീസ് അത് അടിവശത്ത് വരണ വിധം, നമ്മൾ വെക്കേണ്ട പീസ് മുകളിൽ വരണ വിധം വെച്ചിട്ട് ഈ സാരിയുടെ പീസ് വെച്ച് ഇതിനൊന്ന് പൊതിഞ്ഞടിക്കുക. കണ്ടോ, അതായത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞടിക്കുക കേട്ടോ. ഇങ്ങനെ പൊതിഞ്ഞ് അറ്റം വരെ അടിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സാരി ഇങ്ങനെ നൂലഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു അടിപ്പൂടെ വരുമ്പോൾ ഈ തുമ്പൊക്കെ ഉള്ളിൽ പോകും. പിന്നെ ഒട്ടും അഴിഞ്ഞിങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പീസ് പിടിപ്പിച്ചേക്കണത് സാരിയുടെ ചീത്തവശത്താണ്, നല്ല വശം അപ്പുറമാണ് കേട്ടോ. അപ്പോൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഈ പീസ് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം കേട്ടോ. അതായത് ആ കുഞ്ഞു പീസ് വെച്ചേക്കണത് സാരിയുടെ ചീത്തവശത്താണ്. ഓക്കെ, മനസ്സിലായല്ലോ. എന്നിട്ട് ഇത് ഈ പീസ് എല്ലാവർക്കും വെക്കേണ്ടി വരില്ല കേട്ടോ. ചിലർ പറയണതാണ്, ഇത്തിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പീസ് വെക്കാൻ പറയും. അപ്പോൾ അത് അറ്റം വരെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കാം. ചിലർക്കുണ്ടല്ലോ പ്ലീറ്റ്സ് കുറയും. ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ മുന്താണിയൊക്കെ നല്ലോണം നീട്ടിയിടുമ്പോഴത്തേക്കും പ്ലീറ്റ്സ് കുറയാൻ ചാൻസ് കൂടുതലാണ്. ചിലർക്കും വണ്ണമുള്ളവർക്ക് മാത്രമാണ് തുണി കൂടുതൽ വേണ്ടതെന്ന്. പക്ഷെ നീളമുള്ളവർക്കും അതായത് ഹൈറ്റ് ഉള്ളവർക്കും സാരിക്ക് നല്ല ലെങ്ത്ത് വേണം, നല്ല ഉടുത്ത ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 5.5-5.25 മീറ്ററെങ്കിലും സാരി ഉണ്ടെങ്കിലാണ് നല്ലോണം പ്ലീറ്റ്സൊക്കെ ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്താണ് ആ ഭാഗത്ത് ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ലൈനിങ് ഒക്കെ വെച്ച് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള പീസൊക്കെ വാങ്ങിച്ച് നല്ല സാരിയിലൊക്കെ ആകുമ്പോഴേ ഇതേപോലെയുള്ള പീസ് വെച്ചെടുത്താൽ മതി. അപ്പോൾ ആ സൈഡ് മൊത്തം അടിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് എൻ്റെ ഭാഗം നമുക്കൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാരി ഫോൾ വെക്കണത്. സാരി ഫോൾ ഇങ്ങനെ ഒരു പീസ് വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സാരി ഫോള് ആദ്യം പീസ് വെച്ചതിന് ശേഷം സാരി ഫോൾ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ സാരി ഫോൾ ചുറ്റി വരുമ്പോൾ മുന്താണിയിലേക്ക് കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ പീസ് വെക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ പീസ് വെച്ചേക്കുക, അതിന് ശേഷം സാരി ഫോൾ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ അരികും കൂടെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ അറ്റം വരെ അടിച്ചെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളൊക്കെ എത്ര രൂപയാണ് സാരി ഫോൾ വെക്കണതിന് വാങ്ങിക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറുണ്ടോ, വർക്ക് കിട്ടാറുണ്ടോ? അപ്പോൾ സാരി നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നാൽ നൂലഴിച്ച് കെട്ടേണ്ട സാരിയാണെങ്കിൽ എന്തായാലും നൂലഴിച്ച് കെട്ടാം. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പേയ്മെൻറ്റും കൂടെ നമുക്ക് കിട്ടും. സാരി ഇങ്ങനെയുള്ള നല്ല സാരികളൊക്കെ ആണെങ്കിൽ അതിനൊരു ലുക്കും കൂടുതൽ കിട്ടും. ആ മുന്താണിയിലുള്ള കെട്ട് വരുമ്പോഴേ അവിടെ മടക്കി അടിക്കുന്നതിനേക്കാളും നല്ലത് കെട്ടി വെക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ ഇപ്പോൾ ഇതിന് മിക്ക സാരിക്കും ഓൾറെഡി കെട്ടിട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന് ഓൾറെഡി കെട്ടില്ലാത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ഇതാ സാരി ഫോൾ വെക്കുമ്പോൾ അറ്റത്തുനിന്ന് ഒരു 10 ഇഞ്ച് നീക്കി ഇവിടെ നിന്ന് ഒരു 10 ഇഞ്ച് നീക്കിയിട്ട് വേണം നമുക്ക് സാരി ഫോൾ വെക്കാൻ. ഏറ്റവും അറ്റത്തേക്ക് ചേർത്ത് വെക്കണ്ട കേട്ടോ. നമുക്ക് ആ പ്ലീറ്റ്സുകൾ ഉണ്ടല്ലോ, പ്ലീറ്റ്സുകളിൽ കറക്റ്റ് ഇത് കിട്ടണം, ഈ സാരി ഫോൾ കിട്ടണം ഫ്രണ്ടിലെ പ്ലീറ്റ്സിന്. എന്നാലാണ് ഒരു വെയിറ്റ് വരുമ്പോൾ സാരി ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ സാരിയുടെ കളർ നൂല് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതാ ഈ സൈഡിൽ ഇങ്ങനെ അറ്റത്തേക്ക് അടിക്കുമ്പോൾ സാരി ഫോള് അടിയിലേക്ക് ചടിപ്പോവാനോ അകത്തേക്ക് കയറി നിൽക്കാനോ ഒന്നും പോരുത്. കറക്റ്റ് ഒപ്പത്തിൻ്റെ ഒരു പൊടി മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സൈഡ് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ വെച്ച പീസിലാണ് തുടങ്ങിയത്. ഇതാ ഇപ്പോൾ സാരിയിലേക്ക് കയറി വരണേ ഉള്ളൂ. അപ്പോൾ ഉടുക്കുമ്പോൾ പിന്നെ ആ പീസ് വെക്കണതുണ്ടല്ലോ 1 മീറ്റർ ഒന്നും കൊണ്ടേ വെക്കരുത് കേട്ടോ. അപ്പോൾ ആ പുറകിലേക്ക് ചുറ്റി വരണടുത്ത് വരും. അപ്പോൾ പെട്ടെന്ന് എടുത്ത് കാണും. അപ്പോൾ എന്തായാലും അങ്ങനെ പീസ് വെക്കണമെന്നുണ്ടെങ്കിൽ 60 സെൻറ്റിമീറ്റർ വരെ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ അരഭാഗം കുത്തണ വശം നോക്കണം, ഫ്രണ്ട് സൈഡിൽ തന്നെ നിൽക്കണം, ബാക്ക് സൈഡിലേക്ക് പോകരുത് കേട്ടോ പീസ്. അപ്പോൾ ഞാനത് കണക്കാക്കി 60 സെൻറ്റിമീറ്ററാണ് ഞാനിപ്പോൾ ആ പീസ്. 60 സെൻറ്റിമീറ്ററിനേക്കാളും കുറവാണ്, അര മീറ്ററാണ് ഞാൻ ആ പീസ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതാ നോക്കി നമ്മൾ ആ സൈഡ് ഇങ്ങനെ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഹെമ്മിങ് ചെയ്തെടുക്കും. ഞാൻ പക്ഷേ ചുളുങ്ങാതിരിക്കാൻ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ കളർ മാറ്റിയിടും കേട്ടോ. നൂലിൻ്റെ കളർ ഏതെങ്കിലും കളർ ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഈ നൂല് മാറ്റിയതിന് ശേഷം അടുത്ത സ്റ്റിച്ച് ലോങ് സ്റ്റിച്ചിൽ അടിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു മെത്തേഡ്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നൂലിങ്ങനെ കെട്ടി വലിക്കുന്നത് അറിയാമല്ലോ. ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സൂചി കോർക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ പതുക്കെ പ്രഷർ ഫുട്ടൊന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ വലിഞ്ഞിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ പിങ്ക് നൂല് മാറിയിട്ട് ക്രീം കളർ നൂലായിട്ടുണ്ട്. ഇനി നൂല് അടിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് ഈ എൻഡ് ഭാഗം മടക്കി വെക്കുക. അവിടെയൊന്നും മടക്കി അടിച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചാൽ മതി. മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ അടിച്ച് തുടങ്ങണം. കണ്ടോ, ഇതേപോലെ അടിച്ചെടുക്കുക. അറ്റം വരെ അടിക്കരുത്, കുറച്ചടിക്കുക. എന്നിട്ട് നിർത്തി അടിച്ചാൽ മതി കേട്ടോ. ഇതാ കുറച്ചൊന്ന് അടിച്ചു, എന്നിട്ട് പ്രഷർ ഫുട്ട് പൊക്കി ഇതാ ഇനി കുറച്ചൊന്ന് നീക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടു. ഇനി തിരിക്കുന്നിടത്തും ഒന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുട്ട് പൊക്കിയിട്ട് ഇപ്പുറത്തേക്ക് നീക്കി വെച്ചാൽ മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെ അടിച്ച് കുറച്ചൊന്ന് അടിച്ചിട്ട് ഇതാ പ്രഷർ ഫുട്ട് പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ചവിടെ നീക്കി വെച്ചിട്ട് കുറച്ചൊരു സ്റ്റിച്ചിട്ട് ഒരു ഇഞ്ച് വീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ, ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് അല്ലാതെ അറിയണം എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഡീറ്റെയിൽസ് വെച്ചേക്കാം. നിങ്ങളത് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ. തയ്യൽ വീട്ടിലിരുന്ന് സുഖമായിട്ട് പഠിക്കാൻ പറ്റും, ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ എവിടെ ഇരുന്നും ഏത് സമയത്തും പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്പർ എടുക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അതാണെങ്കിൽ നമ്മൾ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ നമ്പറാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഓൺലൈനായിട്ട് വാട്സപ്പിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതറ്റം വരെ ഇങ്ങനെ അടിച്ചടിച്ച് പോവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പോൾ പിന്നെ ചുളുങ്ങാതെ നോക്കണം കേട്ടോ, ചുളുങ്ങരുത്. അത് നല്ലോണം കെയർ ചെയ്ത് തന്നെ ഇപ്പുറത്തെ സൈഡ് അടിക്കുക. ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എവിടെയെങ്കിലും നിലത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ടി വി കാണുമ്പോഴോ നമുക്കിതിങ്ങനെ തുന്നി എടുക്കാം. അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ അടിക്കാതെ തുന്നാനിരുന്നിട്ടുണ്ടെങ്കിൽ ചുളുക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒട്ടും ചുളിവില്ലാതെ നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ തുന്നുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പുറത്തെ സൈഡിലേക്ക് കൂടുതൽ ഇങ്ങനെ നൂലിങ്ങനെ കുറേ കാണുന്ന രീതിയിലാവരുത്. പൊടി 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 സ്റ്റിച്ചിട്ടിട്ട് നമുക്ക് അടുപ്പിച്ചിടണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കുറച്ച് അകത്തിയിട്ടാണെങ്കിലും കുഞ്ഞു കുഞ്ഞു കുത്തു കൊടുക്കുക. കുത്തി എടുക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് കുത്തി അങ്ങോട്ട് കയറ്റരുത്, ചെറുതായിട്ട് കുത്തി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ആ നൂലൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നുണ്ടാവും. നമ്മളത് ഇങ്ങനെ നൂല് വലിഞ്ഞിട്ട് ചുളുങ്ങിയിരിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കതിൻ്റെ ഇടയിൽ ഇങ്ങനെ മുകളിലത്തെ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. അടിയിലത്തെ കട്ട് ചെയ്യണമെന്നില്ല, അടിയിലത്തെ ചുളുങ്ങൂല. ഈ മുകളിലത്തെ നൂലാണ് ഒന്ന് വലിഞ്ഞ് നിൽക്കുന്നത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് അറ്റം വരെ എടുക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? കുറേ ദിവസമായിട്ട് മഴ മാറി നിൽക്കായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചിണിങ്ങനെ പെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല ഇരുട്ട് കാലാവസ്ഥ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനിതാ ഞാൻ സൂചി നൂല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നൂല് നമ്മുടെ നല്ല വശത്ത് വെച്ച് നോക്കുക, കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് തന്നെ ആ നൂലിട്ട് തുന്നുക കേട്ടോ. അല്ലാതെ വേറെ കളറിട്ടൊന്നും തുന്നരുത്. ഇവിടെ നിന്ന് തുന്നി ഇങ്ങനെ നീളത്തിൽ തുന്നണം. അപ്പോൾ ഡബിളായിട്ട് നൂല് എടുത്തിട്ട്, അതായത് നമ്മളിങ്ങനെ സിംഗിളായിട്ട് കോർത്തിട്ട് മടക്കി എടുക്കുമ്പോൾ ഡബിളായിട്ട് കിട്ടൂലേ, അങ്ങനെയാണ് ഡബിളായിട്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഡബിളിൽ മടക്കിയിട്ട് കോർക്കുകയല്ല. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ ഒരുപാട് ലെങ്ത്തിൽ നൂലെടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, കെട്ടുകുടുങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂലിന് അത്ര നീളം ഇല്ലാണ്ട് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കെട്ടിട്ട് കൊടുക്കണമല്ലോ. സാരി ഫോൾ തുന്നുമ്പോൾ എന്തായാലും ഞാൻ 4-5 കുത്തൽ കൊടുക്കേണ്ട. കുത്തുമ്പോൾ അപ്പുറത്തേക്ക് ഒരുപാട് നൂല് കാണുന്ന രീതിയിലല്ല കേട്ടോ, ചെറുതായിട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴും ഭയങ്കര ടൈറ്റിൽ വലിക്കരുത്, ചുളിവ് വീഴും. ഒരു മീഡിയം ഇതിൽ വലിക്കണ്ട. ഇപ്പുറത്തെ ആ സ്റ്റിച്ച് കാണുക പോലും ചെയ്യണില്ല. അതേപോലെ അറ്റം വരെ തുന്നിയെടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ട് കേട്ടോ. നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. 1-ാം തീയതി പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നന്നായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും, തുടക്കം മുതൽ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സാരി ഫോളിൻ്റെ തുമ്പ് ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അകത്തേക്ക് മടക്കി വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കണം കേട്ടോ. ഇതേപോലെ അറ്റം വരെ ഒന്ന് തുന്നിയെടുക്കാം കണ്ടോ. അപ്പോൾ പിന്നെ വലിക്കരുത്. ഒരു 3-4 തുന്നൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കെട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. കെട്ടിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും തുന്നുക. എന്നിട്ട് 4-5 കുത്തൽ കഴിയുമ്പോൾ പിന്നെയും അവിടെയും കെട്ടിടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കെങ്ങാനും ഒരു നൂല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം അഴിഞ്ഞു പോവാതിരിക്കാനാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നീളത്തിലാണ് ഞാൻ ഈ നൂല് എടുത്തിട്ടുള്ളത്. അത്രയും നീളത്തിൽ എടുക്കരുത് കേട്ടോ. നീളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നൂലിൽ കെട്ട് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ തുന്നിയപ്പോൾ കെട്ട് വീണ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ തുന്നി വലിക്കുമ്പോഴേ ഒരു കെട്ട് വീണായിരുന്നു. പക്ഷെ അത് അഴിച്ചെടുക്കാൻ പറ്റി. വല്ലാണ്ട് കടുങ്കെട്ടല്ല, ഇങ്ങനെ ചുളുങ്ങി വരൂലേ, അങ്ങനെ വന്ന്. പിന്നെ സാരി ചുളുങ്ങാതെ നോക്കണം കേട്ടോ. അടിയിൽ കെയർ ചെയ്യണം. പിന്നെ തുന്നൽ കയറി പിടിക്കാതെ നോക്കാം. അപ്പോൾ ഇഷ്ടമായോ വീഡിയോ? നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് നമ്മുടെ കെട്ട് വീണത് കണ്ട. ഇനി ഇത് പതുക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ബാക്കിയും കൂടെ തുന്നി റെഡിയാക്കി അറ്റം വരെ തുന്നിയെടുക്കണം. അടിഭാഗത്ത് നമ്മൾ ഫസ്റ്റ് അടിപ്പ് അത് അവിടെ തുന്നണ്ട കേട്ടോ. ഈ മോൾ ഭാഗത്തും 2 സൈഡിലും മാത്രം തുന്നിയാൽ മതി. അപ്പോൾ തുന്നി കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച നൂലുണ്ടല്ലോ, വെള്ളനൂല്. ആ വെള്ളനൂല് ഇങ്ങനെ വലിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. നല്ല വശത്തുനിന്ന് നമുക്ക് ഒറ്റൊരു നൂലായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് മുഴുവനും ഞാനിങ്ങനെ വലിച്ചാൽ ഇവിടെ ഇങ്ങനെ ഉണ്ട് നീളത്തിലൊരു നൂല്, നമ്മളവിടെ പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ കിട്ടും കേട്ടോ. അത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാരി ഫോൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ചെയ്തിട്ട് നല്ല വരുമാനം ഉണ്ടാക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ തയ്യലിൻ്റെ ഫസ്റ്റ് ഒരു നമ്മളെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.